ട്രംപിൻ്റെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, പ്രത്യേകിച്ച് ഉക്രൈൻ റഷ്യ ഇതിനെക്കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം ഈ ബൈഡൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കമൻ്റായിരുന്നു. അതായത് കഴിഞ്ഞ മാസമാണ് ബൈഡൻ മറ്റേ ഉക്രൈന് പെർമിഷൻ കൊടുക്കുന്ന അമേരിക്കൻ ആയുധങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മറ്റേ മിസൈലുകൾ, ലോങ് ഡിസ്റ്റൻസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്താമെന്ന്. അപ്പോൾ അതിനെ ട്രംപ് ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനം എന്നുള്ള നിലയിലാണ് വിശേഷിപ്പിച്ചത്. ബൈഡൻ്റെ സ്റ്റുപ്പിഡ് ഡിസിഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരെണ്ണം കൂടി അതിനകത്ത് ആഡ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഞാൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഈ അതുമായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിനുള്ള ഒരു സാധ്യതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അത് എന്നോട് അപ്പോഴത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞതായിരുന്നു, എന്നോട് കൺസൾട്ട് ചെയ്യാമായിരുന്നു. ആ നിലയിൽ അത് ചെയ്തിട്ടില്ല അവർ. അതായത് അത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രതികരണം റഷ്യയിൽ നിന്നുണ്ടായി. റഷ്യൻ വിദേശകാര്യ വക്താക്കൾ ട്രംപ് പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതാണിത്, അത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. ആ നിലയിൽ ഈ ബൈഡൻ ചെയ്തത് വലിയ ഒരു അപരാധമാണ് എന്നുള്ള നിലയിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ, ട്രംപ് ഇത് ഇത്രയും അഗ്രസീവായിട്ട് ഇത് പറയുന്നതിൻ്റെ വേറൊരു പശ്ചാത്തലമുണ്ട്. കാരണം അടുത്ത ഒരു മാസത്തിന് ജനുവരി 20 അദ്ദേഹം അധികാരം ഏൽക്കുന്നത്. ഇനി ഏകദേശം ഒരു മാസം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഉക്രൈൻ കൂടുതൽ അഗ്രസീവായിട്ടുള്ള സൈനിക നടപടികൾ റഷ്യക്കെതിരെ നടത്തുകയാണെങ്കിൽ അത് റഷ്യ അതിന് അതേ നിലയിൽ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു സീനിയർ ജനറലിനെ അവിടെ ഉക്രൈൻ കക്ഷികൾ വധിച്ചതിൻ്റെ ന്യൂക്ലിയർ കെമിക്കൽ വെപ്പൺസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുമതലയുണ്ടായിരുന്ന ജനറലിനെയാണ് അവർ ഇത് ചെയ്തത്, ഒരു ടെററിസ്റ്റ്. ഇന്നിപ്പം അതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളൊരു ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. അപ്പോൾ അതിനെ ഇവർ റിക്രൂട്ട് ചെയ്തതാണ്. അപ്പോൾ അയാൾക്ക് അവർ വാഗ്ദാനം ചെയ്യുന്നത് $1,00,000 ഈ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള പുനരധിവാസവുമായിരുന്നു വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വേറൊരു സഹായിയെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്ത വരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ കാരണം റഷ്യയെ കൊണ്ട് തിരിച്ച് വളരെ ഇതായിട്ടുള്ള റിട്ടാലിയേറ്ററി അറ്റാക്കുകൾ നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ഇതെല്ലാം തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ഈ കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസും ഇങ്ങനെ ഇത് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ട്രംപ് ഈ ഒരു പത്രസമ്മേളനം നടത്തുകയും അല്ലെങ്കിൽ അത്രയും തുടർന്ന് ഒരു സാധനം പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്ന പോലെ ഉക്രൈനുള്ള അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതാവുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. അല്ലെങ്കിൽ അവർ സമാധാനത്തിനായിട്ട് പോയില്ലെങ്കിൽ ഇതായിട്ട് ട്രംപിൻ്റെ സമാധാന ഫോർമുല വളരെ സിമ്പിളാണ്. ഇപ്പോൾ റഷ്യ കീഴടക്കി എന്ന് പറയുന്ന സ്ഥലങ്ങൾ റഷ്യയുടെ കൈവശം ഇരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഇപ്പം ഉക്രൈനുള്ള സൈനിക സഹായങ്ങൾ ക്രോഡീകരിക്കുന്നതിൻ്റെ ചുമതല ഔപചാരികമായിട്ട് നാറ്റോ അങ്ങ് ഏറ്റെടുക്കുകയാണ്. നേരത്തെ ഇത് അമേരിക്കയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിന് പകരമായിട്ട് നാറ്റോ നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആ നിലയിൽ ട്രംപ് നേരത്തെ ഹരി പറഞ്ഞ പോലെ ട്രംപ് എപ്പോഴും പറയുന്നതാണ്, ഞാൻ വന്ന് അധികാരം ഏറ്റെടുക്കാൻ 24 മണിക്കൂറിനകം ഇത് അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ആ ഒരു നിലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു അതിനെ കൂടുതൽ സ്പഷ്ടമായിട്ട് പറഞ്ഞതാണ് ആ പത്രസമ്മേളനത്തിലെ പ്രധാന കാര്യം.